ദി എസ്കേപ്പ് എന്ന് പറഞ്ഞ ഈ സ്റ്റാച്ചുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അധികം കേട്ടിട്ടില്ല. പക്ഷേ ഇതൊരാളുടെ കയ്യിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തുകൊണ്ടാണ് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുൽക്കൂട് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പുൽക്കൂടിൻ്റെ സംഭവം കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതായത് ജനനം കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിന് വേറൊരു എനിക്കൊന്നും പറയണ്ടെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ സാധനം ഉണ്ടാക്കാൻ പാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മളെല്ലാ പുൽക്കൂടും വെക്കണ പോലെ ഒരു ബേസ് വേണം അതിന്. അപ്പോൾ നമുക്കൊരു ബേസ് ചെറിയ സാധനം മതി. നമ്മൾ ചെറിയ 2 സ്റ്റാച്ചുകളുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയൊരു ചെറിയ സംഭവം എടുക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വേസ്റ്റ് തെർമോക്കോളാണ്. നമ്മളിൽ കിട്ടുന്ന സാധനത്തിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഒരു ജനലും അല്ലെങ്കിൽ ഒരു ആർച്ചിൻ്റെ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ട്. ഈ സംഭവം കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് അങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമ്മൾ ഈ പീസ് കളഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അങ്ങനെ തന്നെ വേറൊരു പീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പീസ് വെച്ചിട്ട് നമുക്കൊരു ആർച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പ്ലാസ്റ്റർ പാരീസ് കുഴയ്ക്കാം. നേരത്തവണ കുറേ കുഴയ്ക്കേണ്ടത് കാരണം ഒറ്റയടിക്ക് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റർ പാരീസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഫാസ്റ്റിൽ ചെയ്യണം, വലിയ സാധനം കട്ടായി പോവും. നമ്മൾ സംഭവം എടുത്ത് തയ്ക്കാമാണ്. ആ സ്റ്റാച്ചുവിന് നടുക്കാനുള്ളൊരു വഴി നമ്മൾ ഇടണം. പിന്നെ നമ്മൾ ബാക്കി വെറുതെ പിടിപ്പിക്കണം. നമുക്കൊരു ബേസായിട്ട് പിടിപ്പിച്ചേക്കാം അടിയിൽ. നമ്മുടെ ഈ ഷേപ്പ് ഉള്ള കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് വിട്ടാൽ മതി നമ്മൾ. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു സെറ്റപ്പിൽ കിട്ടും. ഇവിടെ ജനലിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നീറ്റായിട്ടുള്ള സ്ഥലവും പിന്നെ ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ഡ്രസ്സറിങ് ആണ്. ഇവിടെ നിന്നാണ് വഴി ഞാൻ ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു സ്ലോപ്പ് പോലെ കൊടുക്കാം നമുക്ക്. ഒരു ഇറങ്ങി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ. നമുക്ക് തൂണ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ കുറച്ച് പ്ലാസ്റ്റർ പാരീസ് വെച്ചിട്ട് ഈ തൂണിൻ്റെ പീസ് തന്നെ വെച്ചാൽ മതി. കറക്റ്റ് ഈ ഒരു പ്രപ്പോർഷൻ നോക്കിയിട്ട് എന്നിട്ട് പ്ലാസ്റ്റർ പാരീസ് വെച്ച് കൊടുക്കാം. ആർച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. പിന്നെ എനിക്ക് ഈ സൈഡിൽ ഈ ആർച്ചിനോട് കണക്ട് ചെയ്യുന്ന ഒരു തൂണ് വേണം. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ പൈപ്പിൻ്റെ പീസ് എടുക്കാം. നമുക്ക് അതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ പ്ലാസ്റ്റർ പാരീസിൽ നമുക്ക് കവർ ചെയ്യാം. ഒന്ന് ഉറപ്പിക്കാം. അത് നമ്മൾ ഈ തൂണിൻ്റെ ഭാഗം ഒന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ആർച്ചിൻ്റെ ഷേപ്പിലേക്ക് വരും. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് തന്നെ ഒന്ന് മിനുസാക്കി കൊടുത്താൽ മതി. നമ്മൾ ഈ തുണിൻ്റെ അടിവശയിൽ അങ്ങനെ തന്നെ ഒന്ന് വിരൽ വെച്ച് തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ തൂണിൻ്റെ ഒരു അടിവശം ഒരു കട്ട പോലെ ഇങ്ങനെ ആക്കി വയ്ക്കുക. ഈ തൂണിൻ്റെ മേളിലൊരു ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മളൊരു പൊളിഞ്ഞ ഭാഗം പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു പീസ് എടുത്തിട്ട് ഈ മുകളിൽ കൂടെ പൈപ്പിൽ കൂടെ ഇങ്ങനെ ഇറക്കി കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, എന്താ നമുക്ക് പ്ലാസ്റ്റർ പാരീസ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ഏകദേശം പരിപാടി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ വല്ല ബ്ലേഡോ ആഴ്ചബ്ലേഡിൻ്റെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് കുറച്ച് ലൈനുകളെ കൊടുക്കുന്നത്, ഒരു ഇഷ്ടികയുടെ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈനുകളൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാം. ചുമ്മാ ഇറുക്കിൽ വെച്ചിട്ട് ചെയ്യാൻ മതി കേട്ടോ. ഇങ്ങനെ ലൈനുകളൊക്കെ കിട്ടും. ഒരു ഇറുക്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇറുക്കിൽ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്ക് ഒരു ലൈനുകൾ കൊടുക്കുക. ഇങ്ങനെ വെട്ടാം. നമുക്ക് അപ്പുറ സൈഡിൽ ഇതേപോലെ ചെറിയ ലൈനായിട്ട് ഒരു കണക്ഷൻ പോലെ കൊടുക്കാം. ഓക്കെ, ചെയ്ത് എല്ലായിടത്തും വേണ്ടെങ്കിൽ ചെറിയൊരു ഭാഗത്ത് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഒരു നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട്
നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഉണങ്ങിയിട്ടുണ്ട്, സെറ്റാണ്. നമുക്ക് ഇത് വരച്ചപ്പോഴുള്ള പൊടിയൊക്കെ നമുക്ക് തൂത്തണേ, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ വെളുത്തിരിക്കും. നമ്മളൊരു ഈ ഒരു കളർ തീമാണ് ഉപയോഗിക്കാൻ പോണേ. ഒരു യെല്ലോ ബ്രൗൺ മിക്സ് ആയിട്ടുള്ളൊരു തീമാണിത്. നമുക്ക് കുറച്ച് ചുള്ളിക്കമ്പുകൾ ഒരു ഉണക്ക മരം പോലെ ഇവിടെ കുത്തി വയ്ക്കാം. ഇനി നമുക്ക് ഈ തൂണില്ലേ, ഈ തൂണ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഈ വേസ്റ്റ് ബോട്ടിയുടെ ഈ ലൈനുള്ള ഭാഗം എടുക്കണേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു തൂണിൻ്റെ ടെക്സ്ചർ കിട്ടും. നമുക്ക് ഈ സാധനം കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ തൂണിൻ്റെ ഏകദേശം അളവ് പിടിക്കണം. അളവ് പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്കിത് പശ ചൊട്ടിക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൂപ്പലായില്ലേ, അത് ചില ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, കുഞ്ഞു കുഞ്ഞായിട്ട്. കുറച്ചാളാകുമ്പോൾ ചിലപ്പോൾ ഉണങ്ങി പോയിരിക്കും, പക്ഷേ നമുക്കൊരു ചെറിയ പച്ച പെയിൻ്റ് അടിച്ച് വയ്ക്കുകയാണെങ്കിൽ സീൻ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി കുറച്ച് അറക്കപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് റോട്ടിലും സംഭവത്തിലേക്ക് കുറച്ച് അറക്കപ്പൊടി ഇടാം. അപ്പോൾ പെയിൻറ്റ് ഉണങ്ങാനാക്കുമ്പോഴാണെങ്കിൽ ആ പെയിൻറ്റിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നുള്ളൂ. കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. എവിടെയെങ്കിലൊക്കെ അറക്കപ്പൊടിയുടെ പീസുകളില്ലേ, അത് നമുക്ക് എവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ കൂട്ടിയിടാം. ഇനി കുറച്ച് ഉണങ്ങിയ പുല്ലുകളില്ലേ, പറക്കുമ്പോൾ നമുക്ക് കുഞ്ഞതായിട്ട് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. ഉണങ്ങിയ തീമായിരിക്കും കുറച്ചുകൂടി ഭംഗിയാവുക. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്കവിടെ വെച്ചിട്ട് നമ്മുടെ സ്റ്റാച്ചു വെച്ച് നോക്കാം, എങ്ങനെ ഇരിക്കും നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റാച്ചു സെറ്റാണ്. ഈ ഉണ്ണീസ് സെപ്പറേറ്റ് ഇടാം. നമ്മൾ മാധവൻ്റെ കയ്യിലിത് ഇങ്ങനെ വയ്ക്കണം, അങ്ങനെ സെറ്റപ്പ്. അപ്പോൾ നമുക്ക് സ്റ്റാച്ചു വെച്ച് നോക്കാം. ഇത് പിന്നെ മരത്തിൽ കാർവ് ചെയ്തെടുത്തൊരു സ്റ്റാച്ചു ആണ്, ഭയങ്കര റയർ സാധനമാണ്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വള്ളിക്ക് കുറച്ച് നീട്ടം കൊള്ളാം, അപ്പോൾ നമുക്ക് പിരിച്ച് വയ്ക്കാം. ഇത്ര നീട്ടം വേണ്ട. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ അതിലേക്ക് മാതാവിനോട് വയ്ക്കാം, പിതാവിനെ ഇവിടെ വയ്ക്കാം. നമ്മുടെ ഉണ്ണീശോനെ എടുത്തിട്ട് മാതാവിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാം. ഇതേ അപ്പോൾ നമ്മുടെ ഈ സ്റ്റാച്ചുവിനെ പറ്റി സാധനം സെറ്റ് ആയിട്ട് കേട്ടോ. ദി എസ്കേപ്പ്. അപ്പോൾ അവർ എസ്കേപ്പായി പോകുന്ന ഒരു സിറ്റുവേഷനാണിത്. ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പുൽക്കൂടുണ്ടാക്കുന്ന വീഡിയോസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറേ വീഡിയോസ് ഇറക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ്. ഒരുപാട് പേര് സന്തോഷിച്ച ദിവസം. പക്ഷേ ഏറ്റവും വലിയ ട്രാജഡി നടന്ന ദിവസവും ക്രിസ്മസാണ്. ഒരുപാട് അമ്മമാർ കരഞ്ഞ ദിവസമാണത്. ഈ ഭൂമിയിലെ രാജാവ് പിറക്കാൻ പോകുന്നതെന്നറിഞ്ഞപ്പോൾ ഹെറോദോസ് രാജാവ് ഈശോയെ കൊല്ലാനുള്ള ഉത്തരവിട്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് മേരിയെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത്. ലോകരക്ഷകനെന്ന നിധിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ മരപ്പണിക്കാരൻ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അവിടെയാണ് ജോസഫ് എന്ന മരപ്പണിക്കാരൻ
നമ്മുടെ ലോകരക്ഷകൻ്റെ അപ്പനാകുന്നത്. ആ മനുഷ്യൻ ഏറ്റെടുത്ത രക്ഷപ്പെടുത്തലിൻ്റെ ചങ്കിടിപ്പിൻ്റെ കഥയാണ് ദ എസ്കേപ്പ് എന്ന ഈ സ്റ്റാച്യു നമ്മോട് പറയുന്നത്. ഈശോയെ കണ്ടുകിട്ടിയില്ലെന്നറിഞ്ഞപ്പോൾ ഹെറോദോസ് രാജാവ് അവിടെയുള്ള 1 വയസ്സും അതിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഉത്തരവിട്ടു. ഹെറോദോസിൻ്റെ പട്ടാളം അവിടുത്തെ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളഞ്ഞു. ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് അമ്മമാർ കരഞ്ഞതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണത്. ഈ ഒരു ചിത്രം കൂടെ ഈ സ്റ്റാച്യു നമ്മോട് പറയുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു പഴയ പുൽക്കൂടിരിക്കുന്നുണ്ട്. ഞാനൊരു 5 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാ. ഇപ്പോഴും സെറ്റായിട്ടിരിക്കണം വെച്ചാൽ. ഇതിൻ്റെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ സെറ്റാക്കുന്നുണ്ട്.